ലേറ്റസ്റ്റ് ടെക്നോളജിയിൽ ഹിസ്ബുള്ള ട്രാക്ക് ചെയ്യപ്പെടും എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഹിസ്ബുള്ള മൊബൈൽ ഫോൺ ഉപേക്ഷിച്ചത്. മൊബൈൽ ഫോണിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കും. അപ്പോൾ ലൊക്കേഷൻ ഓഫ് ചെയ്തിട്ടാൽ പോരെ, കണ്ടുപിടിക്കില്ലല്ലോ. അതൊക്കെ വെറുതെ നമ്മുടെ തെറ്റിദ്ധാരണയാണ്. നമ്മൾ ലൊക്കേഷൻ ഓഫ് ചെയ്താലും ട്രാക്ക് ചെയ്യാൻ മാർഗ്ഗങ്ങളുണ്ട്. ഒരു മൊബൈൽ ഫോൺ നിങ്ങളുടെ പോക്കറ്റിലുണ്ടെങ്കിൽ നിങ്ങൾ ട്രാക്ക് ചെയ്യപ്പെടും. പലരുടെയും ധാരണ ഈ നമ്മൾ ആപ്ലിക്കേഷൻ ലോഡ് ചെയ്യുമ്പോൾ, ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഒരുപാട് ഇത് പെർമിഷൻസ് ചോദിക്കും. അവർ 7 8 10 പെർമിഷൻ ഉണ്ടാകും, നമ്മളതങ്ങ് കൊടുക്കും. അതിലൊരു പെർമിഷൻ ലൊക്കേഷനായിരിക്കും. നമ്മളെന്ത് ചെയ്യും, വൈൽ യൂസിങ് ദിസ് ആപ്പ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യും. ഞാൻ പലപ്പോഴും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ എൻ്റെ ലൊക്കേഷൻ താൻ എടുത്തു, അതല്ലെങ്കിൽ പറ്റില്ല. ഓ ശരി എന്നൊക്കെ പറഞ്ഞ് ആ ചേട്ടൻ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് തരും. ബട്ട് എൻ്റെ കൺസെൻറ്റ് ഇല്ലാതെ തന്നെ അവൻ ഈ കംപ്ലീറ്റ് സാധനം അങ്ങ് ചോർത്തുന്നുണ്ട്. കൺസെൻറ്റ് എടുക്കുന്നു എന്ന് എൻ്റെ സമാധാനത്തിന് വേണ്ടി ഒന്ന് കാണിക്കുകയാണ്. 7 8 കൺസെൻറ്റ് എടുത്തിട്ടുണ്ട്. 70 80 കൺസെൻറ്റ് അയാൾ എടുത്ത് പോയി, കൺസെൻറ്റ് ഇല്ലാതെ തന്നെ അയാൾ എടുത്തു കഴിഞ്ഞു. പിന്നെ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്താൽ പോലും ഇയാളുടെ സാധനം അവിടെ നിൽക്കും. ഇതാണ് മൊബൈലിൻ്റെ തകരാറ്. അപ്പം മൊബൈൽ വിട്ടിട്ട് ടെക്നോളജി ഡൗൺഗ്രേഡ് ചെയ്തു ഹിസ്ബുള്ള മൊബൈൽ വിട്ടപ്പോൾ തന്നെ മൊസാദ് ചിന്തിച്ചു, ഹിസ്ബുള്ള മൊബൈൽ വിട്ടിരിക്കുന്നു, അപ്പോൾ ഇനി എങ്ങോട്ടാണ് ഇത് പോകുന്നത്? പേജറിലേക്കാണ് പോകുന്നത്. അവർ മേജർ ഓർഡർ കൊടുക്കുന്നു. അവർ ഓർഡർ കൊടുക്കുമ്പോൾ ആ ഓർഡർ എടുക്കാൻ കപ്പാസിറ്റിയുള്ള ഒരേ ഒരു കമ്പനിയേ ഉള്ളൂ. അത് ഇസ്രായേൽ ഫ്ലോട്ട് ചെയ്തൊരു ഫേക്ക് കമ്പനിയാണ്. അതാണ് ഇപ്പോൾ പുറത്ത് വരുന്ന വിവരം. ഇസ്രായേൽ ഇതൊന്നും ഔദ്യോഗികമായിട്ട് പുറത്ത് പറഞ്ഞിട്ടില്ല. ഏതായാലും അങ്ങനെ ചെയ്ത് പേജർ എക്സ്പ്ലോഡ് ചെയ്തു, വാക്കി ടോക്കി എക്സ്പ്ലോഡ് ചെയ്തു. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മൊബൈൽ ഫോൺ നമ്മുടെ എക്സ്പ്ലോഡ് ചെയ്യാം ഏത് നിമിഷവും. ഇപ്പോൾ ഇത് യൂട്യൂബിലൊക്കെ വന്നു കഴിഞ്ഞു. ഗൂഗിളിലും യൂട്യൂബിലും റൈറ്റപ്പായിട്ടും വീഡിയോ ആയിട്ടും എങ്ങനെ ഒരു ലിത്തിയം ബാറ്ററി എക്സ്പ്ലോസീവാക്കി മാറ്റാം, അതിനെത്ര ചിലവ് വരും, ആ കമ്പോണൻസ് എവിടെയൊക്കെ കിട്ടും, ആമസോണിൽ കിട്ടുന്ന കമ്പോണൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു പൊട്ടിത്തെറിക്കുന്ന മൊബൈൽ ഉണ്ടാക്കാം. ആകെ പ്രശ്നം ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ഈ ടാർഗറ്റഡ് അറ്റാക്ക് ഉണ്ടല്ലോ, അത് നടത്താൻ വലിയ പ്രയാസമാണ് മൊബൈലിൽ. ജനങ്ങളെ എല്ലാം കൂടെ കൊന്നിട്ട് ആർക്കെന്ത് വേണം? കില്ലിങ് എവരിബഡി ഡസൻ സെർവ് എനി പർപ്പസ്. ചുമ്മാ ഇൻഡിസ്ക്രിമിനേറ്റായിട്ട് കുറേ പേരെ കൊന്നിട്ട് എന്താ കാര്യം? ഇവർ ഈ പേജർ എക്സ്പ്ലോഷൻ നടന്നത് എന്തുകൊണ്ടാണ്? പേജേഴ്സ് പോകുന്നത് ഹിസ്ബുള്ളയുടെ പ്രധാന പ്രവർത്തകരുടെ കയ്യിലേക്കാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് പേജറും വാക്കി ടോക്കിയും പൊട്ടിച്ചത്. പേജർ കഴിഞ്ഞാൽ ഇവർ വാക്കി ടോക്കിയിലേക്ക് പോകുമെന്നറിയാം, അങ്ങനെ വാക്കി ടോക്കി പൊട്ടിച്ചു. അതല്ലെങ്കിൽ വെറുതെ ബോംബിട്ടാൽ മതി. ബോംബിട്ടാൽ 10,000 3,000 പേര് ഈസി ആയിട്ട് ചത്ത് കിട്ടും. എന്ത് പ്രയോജനം അതുകൊണ്ട്? അതുപോലെ മൊബൈൽ ഫോൺസ് ഇപ്പോൾ ആർക്കെങ്കിലും ഒരു തമാശ തോന്നി ഇത് പൊട്ടിച്ച് കളഞ്ഞു എന്ന് വയ്ക്കുക, അപ്പോൾ വെറുതെ ഇരിക്കുന്ന എന്നെ ഞാനും വായിച്ചുമൊക്കെ ചത്തുപോകും. ആർക്കെന്ത് പ്രയോജനം? സോ അതവർക്ക് ആവശ്യമില്ല. ബട്ട് അതാവശ്യമുള്ള ആളുകൾ വേറെയുണ്ട്. അവരാണ് നോൺ സ്റ്റേറ്റ് പ്ലെയേഴ്സ്. ഇപ്പോൾ ഇസ്രായേൽ ഒരു സ്റ്റേറ്റാണ്, ശ്രീലങ്ക സ്റ്റേറ്റാണ്, അമേരിക്ക സ്റ്റേറ്റാണ്, ചൈന സ്റ്റേറ്റാണ്. ഇവരൊക്കെ സ്റ്റേറ്റ് പ്ലെയേഴ്സാണ്. ഇവർ കളിക്കുന്ന കളികൾ ഒന്ന്. നോൺ സ്റ്റേറ്റ് പ്ലെയേഴ്സുണ്ട്. ലഷ്കർ എ തൈബ, ISIS, ഇന്ത്യൻ മുജാഹിദ്ദീൻ, ജെയ്ഷെ മുഹമ്മദ്. ഇവരുടെ കയ്യിലും ഈ കേപ്പബിലിറ്റി വരുന്നു. ഇപ്പോൾ ലോകരാജ്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇസ്രായേൽ നടത്തിയ ഈ ഓപ്പറേഷനെ പറ്റി ഒരു രാജ്യവും ഒരക്ഷരവും വേണ്ടിയിട്ടില്ല. പേജർ എക്സ്പ്ലോഷനെ പറ്റിയോ വാക്കി ടോക്കി എക്സ്പ്ലോഷനെ പറ്റിയോ ഒരു രാജ്യവും ഒരക്ഷരം വേണ്ടിയിട്ടില്ല. എന്തുകൊണ്ടാണ്? 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, അമ്പരന്ന് പോയി ചിലർക്ക്. മറ്റത്, ഈ രഹസ്യവും പുറത്തു വിട്ടല്ലോ. അവർക്ക് ഈ കേപ്പബിലിറ്റി ഉണ്ട്. ഇസ്രായേൽ അത് പുറത്തു വിട്ടതിൻ്റെ ഡേഞ്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോൺ സ്റ്റേറ്റ് പ്ലെയേഴ്സ് ലൈക്ക് ISIS, ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ എ തൈബ, ദേ ആർ നോട്ട് അക്കൗണ്ടബിൾ ടു എനിബഡി. അവർക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ചൈന ഇന്ത്യക്കെതിരെ നമുക്കൊരു മൊബൈൽ പൊട്ടിച്ച് ഉമ്മാരെ ഒന്ന് ഇതാക്കിയാൽ, ചൈനയുടെ കയ്യിൽ ടെക്നോളജി ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ബട്ട് അപ്പോഴത്തെ ചൈനയിലെ തന്നെ ആൾക്കാർ ചോദിക്കാനല്ല, അതുകൊണ്ട് പ്രയോജനം എന്താ ചേട്ടാ? തിരുവനന്തപുരത്ത് ഒരു 10,000 പേര് ചാവുന്നു മൊബൈൽ പൊട്ടിത്തെറിച്ചിട്ട്. വാട്ട് യൂസ് ഇല്ല, അതുകൊണ്ട് അവർ ചെയ്യില്ല. ബട്ട് ലഷ്കർ എ തോയ്ബ കയ്യിൽ ഈ സാധനം പോയാലോ
അവർ തിരുവനന്തപുരത്ത് 10,000 പേര് മരിക്കുക, 5,000 പേര് മരിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ സക്സസ്സാണ്. ടെററിസ്റ്റുകളാണ്, ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ട് പർപ്പസ് ഇല്ലാതെ ആളുകളെ കൊല്ലുന്നവരാണ്. അവർക്ക് ഈ വിവേകമില്ല. സ്റ്റേറ്റ് പ്ലേയേഴ്സ് കളിക്കുമ്പോൾ അതിലെന്തെങ്കിലും പ്രയോജനം നമുക്ക് ഇന്ന കാര്യം നേടണം, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇസ്രായേലിനൊരു പർപ്പസ് ഉണ്ട്, ഹിസ്ബുള്ളയെ നശിപ്പിക്കുക. ഹിസ്ബുള്ള നമ്മുടെ ശത്രുവാണ്, നിരന്തരം നമ്മളെ ശല്യം ചെയ്യുന്നവരാണ്. സോ കിൽ ദം. ഇതാണ് ഇസ്രായേലിൻ്റെ പർപ്പസ്. ബട്ട് ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ പർപ്പസ് എന്താ? ടു ക്രിയേറ്റ് ടെറർ, ആളുകളെ ഭീതിയിലാഴ്ത്തുക. അതിന് പറ്റിയത് റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ എവിടെയെങ്കിലും ഒരു 10 മൊബൈൽ അങ്ങോട്ട് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു, യുവർ പർപ്പസ് ഈസ് സെർവ്ഡ്. ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്നത് വായിച്ച് നോക്കൂ, നിരന്തരം ഗ്യാസ് സിലിണ്ടർ റെയിൽവേ ലൈനിൽ കാണപ്പെടുന്നു. ഇപ്പോൾ എത്ര സംഭവമായി? ഞാൻ എണ്ണി നോക്കിയിട്ട് തന്നെ കഴിഞ്ഞ ഒരു 4 മാസത്തിനിടയ്ക്ക് 32 സംഭവങ്ങൾ ട്രെയിൻ അട്ടിമറിക്കാനായിട്ട്. അതിൽ 5 or 6 എണ്ണം ഗ്യാസ് സിലിണ്ടർ വെച്ചിട്ടാണ്. ഗ്യാസ് സിലിണ്ടറിൽ ഹൈ സ്പീഡ് ട്രെയിൻ വരുമ്പോൾ സംഭവിക്കുന്നത് ഈ സിലിണ്ടർ ഇട്ടിച്ചങ്ങ് ദൂരത്തേക്ക് തെറിപ്പിക്കും. അപ്പോൾ ട്രെയിനിന് അപകടമൊന്നും ഉണ്ടാവില്ല. ഇത് പോയി വീഴുന്നിടത്തും അപകടം ഉണ്ടായെന്നോ ഇല്ലെന്നോ വരാം. ബട്ട് ഗ്യാസ് സിലിണ്ടർ, ഓരോ ഗ്യാസ് സിലിണ്ടറും ഒരു പൊട്ടൻഷ്യൽ ബോംബാണ്. ഈ ട്രെയിനിന് ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ഇതുണ്ട്, ബമ്പർ പോലെ ട്രെയിനും ഉണ്ട്. അതിഭയങ്കര സ്പീഡിൽ എന്തൊരു വെലോസിറ്റിയും മൊമെൻറ്റവുമായിട്ടാണ് ട്രെയിൻ ഓടി വരുന്നത്. ഒരൊറ്റ ഇടി വെച്ച് കൊടുത്താൽ ആ ഇൻസ്റ്റൻ്റിൽ ഇത് പൊട്ടിയെന്ന് വെച്ചോ, ഫയർ ഉറപ്പാണ്, വലിയൊരു എക്സ്പ്ലോഷൻ ഉറപ്പാണ്. ഗ്യാസ് സിലിണ്ടർ പൊട്ടിയിട്ട് ആ എൻജിന് അല്ലെങ്കിൽ പാളത്തിന് തകരാറ് പറ്റി മൊത്തം ട്രെയിൻ പോയി. ഇങ്ങനെ ചെയ്യുന്ന ആളുകളുടെ കയ്യിൽ ഈ ടെക്നോളജി വരിക, ഈ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി വരിക, നോൺ സ്റ്റേറ്റ് പ്ലെയേഴ്സിൻ്റെ കയ്യിൽ, അതാണ് ഏറ്റവും ഭീതിതമായ കാര്യം. അതുകൊണ്ടാണ് പല രാജ്യങ്ങളും ഇതിനോട് റിയാക്ട് ചെയ്യാതെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ 2 രീതിയിൽ റിയാക്ട് ചെയ്തു. ഒന്ന് അമ്പരന്ന് പോയ രാജ്യങ്ങൾ, മറ്റൊന്ന് ഈ സാധനം പുറത്തായല്ലോ എന്ന് വിചാരിക്കുന്ന രാജ്യങ്ങൾ. ഇനി ഇസ്രായേലിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും എന്നുള്ളത് ഇസ്രായേലിന് മാത്രമേ അറിയാവുള്ളൂ. ഓൾറെഡി ഈ പറഞ്ഞ മറ്റ് രാജ്യങ്ങൾ ഇസ്രായേലിനെ മോണിറ്റർ ചെയ്യുമല്ലോ, അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും ഇവൻ്റെ എന്ന് അങ്ങോട്ട് നോക്കുന്നവരും ഉണ്ടാകാം. അവർക്കൊരു വിഷം കിട്ടിയെന്ന് വരാം. എനിക്ക് മനസ്സിലാവുന്നില്ല, നമ്മൾ അബ്സല്യൂട്ട് ഡേഞ്ചറിലാണ്. നമ്മുടെ ഗാഡ്ജറ്റ്സ് മുഴുവൻ ഡേ ടു ഡേ നമ്മുടെ പോപ്പുലേഷൻ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ 80% ചൈനയുടെയാണ്. നമ്മുടെ സെക്യൂരിറ്റിയിൽ കൂടുതലും മൈക്രോസോഫ്റ്റുമാണ്, അമേരിക്കനാണ്. നമ്മുടെ പട്ടാളമൊക്കെ ഉപയോഗിക്കുന്നത് അമേരിക്കൻ സോഫ്റ്റ്വെയറുകളിൽ, അതിൽ തന്നെ മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഇതാണ്. വിൻഡോസ് ഫോണുകൾ അപ്രത്യക്ഷമായി. മൊബൈലിൽ വിൻഡോസ് ഉണ്ടായിരുന്നല്ലോ, നോക്കിയ പോയതോടെ വിൻഡോസ് ഫോൺ ഇല്ലാതെ പോയി. ബട്ട് വിൻഡോസാണ് മിലിറ്ററിയുടെ കയ്യിലിരിക്കുന്നത്. ഡെസ്ക്ടോപ്പിൽ വിൻഡോസും സോഫ്റ്റ്വെയറും ഒക്കെയാണ്. സോ ഐദർ വേ വി ആർ ഹൈലി വൾണറബിൾ. ചൈന വിചാരിച്ചാലും നമ്മളെ പരിഭ്രമിപ്പിക്കാം, അമേരിക്ക വിചാരിച്ചാൽ വിൻഡോസ് വഴിക്കും പരിഭ്രമിപ്പിക്കാം. അത് വലിയൊരു ഡേഞ്ചറാണ്, കാരണം പട്ടാളത്തെയാണ് അത് അഫക്റ്റ് ചെയ്യുന്നത്.